അതിശയിപ്പിക്കും വിധത്തിലായിരുന്നു ടൂർണമെന്റിൽ ഇന്ത്യയുടെ മുന്നേറ്റം. നോക്കൌട്ടിന് മുൻപുള്ള 7 മത്സരങ്ങളിൽ ജയിച്ചത് 3 എണ്ണത്തിൽ മാത്രം. ഫൈനലിലെത്തിയത് ലോക ക്രിക്കറ്റിലെ കരുത്തരായ ഓസ്ട്രേലിയ മറികടന്ന്. ഫൈനലിൽ പ്രതീക്ഷിച്ച ടോട്ടൽ പടുത്തുയർത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആത്മവിശ്വാസത്തെ കൂട്ടുപിടിച്ചായിരുന്നു ഇന്ത്യയുടെ ലോക കിരീട നേട്ടം. ആദ്യഘട്ടത്തിൽ തോൽപ്പിച്ചത് ദുർബലരായ ശ്രീലങ്കയെയും പാകിസ്ഥാനെയും പിന്നീട് ന്യൂസിലാൻഡിനെയും. ദക്ഷിണാഫ്രിക്കയോട് തോറ്റതാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ. ഓസ്ട്രേലിയയോടും ഇംഗ്ലണ്ടിനോടും മുട്ടുമടക്കി. മഴ ഭാഗ്യമായി പെയ്തിറങ്ങിയതോടെ ഇന്ത്യ സെമിയിൽ. അവിടെ തുടങ്ങി ആരവം. ഇതിഹാസ സംഘമെന്ന് ലോകം വാഴ്ത്തിയ ഓസ്ട്രേലിയയെ മറികടന്ന് ഫൈനലിലേക്ക്. ഗ്രൂപ്പ് ഘട്ടത്തിൽ കീഴടക്കിയ ദക്ഷിണാഫ്രിക്കയെ നിഷ്പ്രഭരാക്കി കിരീടമുത്തത്തിലേക്ക്. ഇത് ചരിത്രമാണ്, പുതുചരിത്രം. വിശ്വവിജയത്തിന്റെ ഗർവാകാം ഇനി നമുക്ക്. ലോക ക്രിക്കറ്റിന് പുതിയ അധിപതികൾ. ലും 2017 നോട്ടമിട്ട കിരീടം കൈപ്പിടിയിലായത് ഇപ്പോഴാണ്. 1-ലും 2-ലും പിഴച്ചാൽ 3-ൽ. പറഞ്ഞു പഴകിയതിനെ യാഥാർത്ഥ്യമാക്കുകയായിരുന്നു ഹർമൻപ്രീതിന്റെ ഈ സംഘം. 38 കോടി ജനങ്ങളാണ് വിശ്വകിരീടത്തിനായുള്ള തത്സമയം കണ്ടത്. ഊർജവും കരുത്തുമായത് DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ 40,000-ലേറെ കാണികൾ. 2005 ഓസ്ട്രേലിയയോട്, 2017 ഇംഗ്ലണ്ടിനോട് 2 വട്ടം കൈവിട്ട കിരീടമാണ് ഈ മിടുമിടുക്കികൾ സ്വന്തം നാട്ടിൽ സാരിത്തുമ്പിൽ കുരുക്കിയത്. നയിച്ച ഹർമൻപ്രീതിനും ബാറ്റ് പടവാളാക്കിയ സ്മൃതിക്കും സെമിയിൽ അസാധ്യത്തെ സാധ്യമാക്കിയ ജമീമയ്ക്കും നന്ദി. ലോക ക്രിക്കറ്റിലെ നവരാജ്ഞിമാർക്ക് ആശംസകൾ നേരാം. ഇനിയും ഒരുപാട് കിരീടങ്ങൾ കാത്തിരിക്കുന്നു നമുക്കായി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18.